മലയാള സിനിമയിൽ പല നടീനടന്മാർക്കും സംവിധായകന്മാർക്കും അപ്രഖ്യാപിതവും നിയമവിരുദ്ധവുമായ വിലക്കുകൾ നേരിടേണ്ടി വന്നത് മുൻപും ചർച്ചയായിട്ടുള്ളതാണ്. നടൻ തിലകനും സംവിധായകൻ വിനയനുമൊക്കെ അത്തരത്തിൽ മലയാള സിനിമയിൽ വിലക്ക് നേരിട്ടിട്ടുള്ളവരാണ്. എന്നാൽ ആരെയും വിലക്കിയിട്ടില്ല എന്നായിരുന്നു അന്ന് മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരുടെയും പ്രമുഖ സംഘടനകളുടെയെല്ലാം നിലപാട്. അതേസമയം അത്തരത്തിൽ മലയാള സിനിമാ പ്രവർത്തകർക്ക് അനധികൃതവും നിയമവിരുദ്ധവുമായ വിലക്കുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി. മലയാള സിനിമാ ലോകം അടക്കി വാഴാൻ പവർ ഗ്രൂപ്പുകൾ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ലൈംഗിക ചൂഷണം മുതൽ സിനിമാ വിലക്കുകൾ വരെ തീരുമാനിക്കുന്ന ഈ മാഫിയ സംഘം എന്നും മൊഴിയിലുണ്ട്. സ്ത്രീകൾക്ക് ലൊക്കേഷനുകളിൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം എങ്കിലും ഒരുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ത്രീകൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് പ്രമുഖ താരം മൊഴി നൽകി എന്നും ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും തുടങ്ങി തിയേറ്റർ ഉടമകളടക്കം 15 പേരടങ്ങിയ പവർ ഗ്രൂപ്പ്. സിനിമാ ലോകത്തെ മാഫിയ സംഘം എന്നാണ് ഈ ഗ്രൂപ്പിനെ റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ റിപ്പോർട്ട് വന്നതിന്റെ തൊട്ടു പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ മാത്രമല്ല പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നതിന് കാരണം 15 അംഗ പവർ ഗ്രൂപ്പാണെന്നും ആ 15 അംഗ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ഇതിനു മുൻപ് പറഞ്ഞതാണ് എന്നും സംവിധായകൻ വിനയൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. തന്നെ അന്ന് ഒതുക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് ഇവരെന്നും ഇപ്പോഴും അവർ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്നും വിനയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ട ആളാണ് താനും. മാക്ടയെ തകർത്തത് ഒരു നടനാണ് എന്ന് റിപ്പോർട്ടിൽ കണ്ടു. യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ താൻ ഇവരുടെയൊക്കെ കണ്ണിലെ കരട് തന്നെയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഘൂകരിക്കാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി വരെ ശ്രമിച്ചു. കോൺക്ലേവ് നടത്തുമ്പോൾ സർക്കാർ ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പവർ ഗ്രൂപ്പിനെ മുന്നിൽ നിർത്തി കോൺക്ലേവ് നടത്താനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്നും വിനയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ട് ഇത്രയും താമസിക്കാൻ കാരണം ഈ 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ്. 15 അംഗ പവർ ഗ്രൂപ്പ് ആരാണ് എന്നറിയാം, പക്ഷേ പേര് പറയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലഘൂകരിച്ച് കാണരുത് എന്നും ഈ റിപ്പോർട്ടിനെ ഗൗരവത്തോടെ എടുത്തില്ല എങ്കിൽ അത് സിനിമാ മേഖലയെ പിന്നോട്ട് നയിക്കും എന്നും അദ്ദേഹം പ്രതികരിച്ചു. മലയാള സിനിമയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് അതിക്രമങ്ങൾ കാണിക്കുന്നവരുടെ ബലം കുറയും എന്നും വിനയൻ പ്രതികരിച്ചു. താരങ്ങൾക്കൊപ്പം അല്ല, തൊഴിലാളികൾക്കും ന്യായത്തിനും വേണ്ടിയാണ് എന്നും നിന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് അവർ തകർത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടിന് മേൽ ചർച്ചയും നടപടിയും തീർച്ചയായും വേണം. സിനിമയിലെ സംഘടനകൾ ശക്തമായ നിലപാടുകൾ തന്നെ എടുക്കണം. മലയാള സിനിമ മേഖല തകരാൻ വിടരുത് എന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. 233 പേജുള്ള റിപ്പോർട്ടിൽ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച വിവരങ്ങളാണ് പുറത്തു വന്നത്.